സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഒന്ന് കാണാമോ? 2 മിനിറ്റ്. ഈ കുഞ്ഞു കൊച്ചിന്റെ ജീവൻ രക്ഷിക്കാനായിട്ടാണ് ഈ വീഡിയോ ആയിട്ട് മുമ്പോട്ട് വന്നിരിക്കുന്നത്. അപൂർവ രോഗം ബാധിച്ച് ഈ സൈഡൊക്കെ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. 6 വയസ്സുള്ളൂ കൊച്ചിന്. നിങ്ങൾ വീഡിയോ കണ്ടില്ലേ? സങ്കടം വന്നിട്ട് വയ്യ. ഈ കൊച്ചിനെ നമുക്ക് രക്ഷപ്പെടുത്തണം. നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഇനി കൊച്ചിന്റെ ജീവിതം മുമ്പോട്ട് പോകുള്ളൂ, ചികിത്സ നടക്കുള്ളൂ. ആ കൊച്ചിന്റെ ചികിത്സയ്ക്കായിട്ടുള്ള അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ, QR കോഡ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഷെയർ ചെയ്യണം. അതുപോലെ ഷെയർ ചെയ്ത് എല്ലാവരും എത്തിക്കുക. ആ കൊച്ചിന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് നിങ്ങൾ കൂടെ നിൽക്കണം, പ്രാർത്ഥിക്കണം. പ്ലീസ്, നിങ്ങളുടെ കയ്യിലുള്ള ചെറിയൊരു തുകയെങ്കിലും 1 രൂപയെങ്കിലും ഇട്ട് കൊടുത്ത് സഹായിക്കും. താഴ്മയുടെ അപേക്ഷിക്കണം. സ്നേഹത്തോടെ നിങ്ങളുടെ ജോഷി. ചോദിക്കോട് ഞാൻ മരിച്ചു പോകുമ്പോൾ അതിനോട് പറയാനിരിക്കും. എന്റെ മോള് ഓരോ ദിവസം ഓരോ വേദന. മോളിപ്പോ ചോദിക്കോട് ഞാൻ മരിച്ചു പോകുമ്പോൾ അതിനോട് പറയാനിരിക്കും. നല്ല വേദന. നാളെ എനിക്ക് അത്യാവശ്യം മരുന്ന് നാളെ ബ്ലഡ് കെട്ടാൻ പോണം. അതിന് എല്ലാ അമ്മമാരെ എനിക്കൊന്ന് സഹായിക്കണം. ഇപ്പൊ ചില പൈസ ഇല്ലാത്തുണ്ടാവും. സ്കൂളിലൊക്കെ പോണം. എനിക്ക് മറ്റേ തിന്ന പോലെ സ്കൂളിൽ പോയിട്ട് മാറണ്ടേ? എന്തോ ഒരു വേദന ചോര കുറച്ച് നടക്കുന്നു. എന്റെ മോളെ സ്കൂളിലൊന്നും പോകാൻ പറ്റാതിരിക്കും. ചോര എന്റെ ഓർക്ക് തിരിഞ്ഞിരിക്കുമ്പോഴും കിടക്കുമ്പോഴും പുറത്തൊക്കെ പോലെ എന്റെ മോളെ കൊണ്ടിറക്കാൻ പറ്റണില്ല. എന്റെ മോള് ഓരോ ദിവസം ഓരോ വേദന. മോളിപ്പോ ചോദിക്കോട് ഞാൻ മരിച്ചു പോകുമ്പോൾ അതിനോട് പറയാനിരിക്കും. കൈയെടുക്കുവാനോ നിങ്ങളെല്ലാരും കൂടെ ചേർന്ന് ഈ കുഞ്ഞിനാണ് നിങ്ങളുടെ കൈവിട്ടേക്കുന്നത്. നിങ്ങളെ സഹായിക്കണം. നിങ്ങളുടെ കയ്യിലിരിക്കുവാണ്. എന്റെ കുഞ്ഞിന് നിങ്ങൾ സഹായിക്കണം. അവളെ ബ്ലഡ് കയറ്റുന്നത് മരുന്ന് കാര്യങ്ങളെല്ലാം നിർഭയായിരിക്കുമോ? അതിനുപോലും വീട്ടില്ലാതെ കുഞ്ഞ് ഇപ്പൊ കിടക്കുന്നത് അവസ്ഥ. നമസ്കാരം, ഞാൻ സാധ്യ കച്ചിയിലാണ്. ഞാനിപ്പോ തൃശ്ശൂർ ജില്ലയിലെ വെളിയങ്കോടുള്ള അലീസ ഐസൽ എന്ന് പറഞ്ഞ 6 വയസ്സായ പെണ്ണു മോൾക്കുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അലീസ മോളെ പ്രസവിച്ച് 3-ാം മാസം തൊട്ട് തുടങ്ങിയതാണ് ഒരു ഹെമറ്റോഹൈഡ്രോസിസ് എന്ന് പറഞ്ഞിട്ട് ലോകത്തിൽ തന്നെ റയർ അസുഖമാണ്. അതായത് ലോകത്തിലെ 7 പേർക്കുള്ള അതിലൊരു മോളാണ് അലീസ മോള്. അപ്പൊ അലീസ മോള് കേരളത്തിലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ഹോസ്പിറ്റലുകൾ ഇറങ്ങിയിട്ടുണ്ട്. വെല്ലൂരാണ് ട്രീറ്റ്മെന്റ് നടത്തിയത്. ഏകദേശം ഒരു 10-16 ലക്ഷം രൂപയോളം ചെലവായി കഴിഞ്ഞു. ഇപ്പൊ അലീസ മോള് രോഗം മൂർച്ചതിന് ശേഷം ഈ രോഗത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും രക്തം പൊടിയാണ്. രക്തം അങ്ങനെ വന്നുകൊണ്ടിരിക്കും. ചെവിട്ടിൽ കൂടെ വന്നുകൊണ്ടിരിക്കും, കണ്ണിൽ കൂടെ വരും, നെറ്റിമെന്ന് വരും, കയ്യുമെന്ന് വരും, ശരീരത്തിന്റെ ഓരോ ഭാഗത്തുനിന്ന് എന്ന് പറയണം ഈ രോഗത്തുനിന്ന് വരെ ബ്ലഡ് വരുന്നൊരു അവസ്ഥയുണ്ട്. വല്ലാത്ത ദൈന്യാവസ്ഥ. നിങ്ങൾക്കത് കാണിക്കാൻ പറ്റാത്തത് ഞാൻ ആ ബ്ലർ ആക്കിയിട്ടുണ്ട്. കാരണം ഫേസ്ബുക്ക് അത് വീഡിയോ റിജക്ട് ആവും. അതുകൊണ്ടാണ് നമ്മൾ ഫേസ്ബുക്കിലെ ഭാഗങ്ങൾ കാണിക്കാണ്ട് മറവ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഇത് കാണുന്ന എല്ലാവരും മോളെ ട്രീറ്റ്മെന്റിൽ വലിയൊരു ബാധ്യത തുകയാവും. കാരണം ഇപ്പൊ തന്നെ ഏകദേശം 10 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്നുണ്ടാ പറഞ്ഞത്. ഇപ്പൊ ഏകദേശം ഒരു 20 ലക്ഷം രൂപയാണ് നമുക്ക് കുട്ടിക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മൾ മാറ്റിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നാലും കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരും. കാരണം കുട്ടിക്ക് കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റ് ആണ്. വേറെ ഒരു വഴിയില്ല. ഈ രോഗത്തിന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് വരെ മരുന്ന് കണ്ടുപിടിച്ചില്ല. പക്ഷെ ബ്ലഡ് മാറ്റിയിട്ടും പല കാര്യങ്ങളെ കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാനേ നമുക്ക് പറ്റുള്ളൂ. പിന്നെ കുട്ടിക്ക് BP ഉണ്ട്, ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട്, ഒരുപാട് പ്രോബ്ലം ഉണ്ട്. ജീവൻ നിലനിർത്തുന്നതിന് ഇനി നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ കാണുന്ന ആളുകൾ മാക്സിമം പറ്റാവുന്ന തുക സഹായിക്കുക. അല്ലാത്ത ആളുകളുണ്ടെങ്കിലും സഹായിച്ച ആളുകളാണെങ്കിലും മാക്സിമം വാട്സാപ്പിലേക്കും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്തിട്ട് വാട്സാപ്പ് ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്തിട്ട് സഹായിക്കുന്നത് കാണുമ്പോൾ അപേക്ഷിക്കുന്നു. ഷാഹിദ് ജാവ്ഗറാണ്. ഞാനിപ്പോ വന്നിട്ടുള്ള അനീസ മോളോട് ഒരു കാര്യം പറയാനായിട്ടാണ്. ഇപ്പൊ സാധ്യത്തിനും മോളുടെ ഉമ്മക്ക് പറഞ്ഞ പോലെ വല്ലാത്തൊരു അവസ്ഥയാണ്. ഇവിടെ വന്നപ്പോ നമ്മളെ നെല്ലൊക്കെ പൊട്ടിപ്പോയി. വല്ലാത്തൊരു അവസ്ഥയാണ്. ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ മുന്നിൽ കൈ നിൽക്കുന്നത്. നിങ്ങളെല്ലാവരും ഈ പൊന്നുമോളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എല്ലാവരും കഴിയാവുന്നൊരു സഹായം ചെയ്യണം. മോൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് താഴ്മയോടെ അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.